ചില ഡിഗ്രി കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ ജോലി നഷ്ടപ്പെടാനാണ്. നമ്മളിങ്ങനെ ഒരു സംഭവം പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇത് പറയുന്നത് ഞാനല്ല. എക്കണോമിസ്റ്റിലെ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എഡ്യൂക്കേഷൻ എല്ലാവർക്കും വേണം, എല്ലാവരും പഠിക്കണം, ഏതെങ്കിലുമായിട്ട് ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾ നേടിയെടുത്തിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. കുറേ കാലം മുന്നേ വരെ പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം ഇതേ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഡിഗ്രിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ സാധാരണയുള്ള ഡിഗ്രി ഇല്ലാത്ത ആളുകളെക്കാളും നമുക്ക് ഹൈ സാലറിയും ഹൈ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ചില ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയാം എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാലറി റേഞ്ചോ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾ പറയാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്, ഒരാൾ ഡിഗ്രിക്ക് പോകുന്നത് അയാളുടെ ഒരു ഇൻട്രസ്റ്റ് നോക്കിയിട്ടല്ലേ, അല്ലാതെ ഇപ്പോൾ ജോബ് മാത്രമാണ് നോക്കേണ്ടത്, ജോബോ സാലറിയോ ഇതൊക്കെ സെക്കൻഡറി അല്ലേ, ഇൻട്രസ്റ്റ് മാത്രമല്ലേ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മളൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മളിതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എത്രമാത്രം ഉണ്ട്, നമുക്കിനി എന്തായാലും ഫ്യൂച്ചറിൽ ജോബും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എത്രമാത്രം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ റിയൽ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ റിപ്പോർട്ടുകളിൽ പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി, ലാംഗ്വേജസ് പറയുമ്പോൾ ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, ഹിസ്റ്ററി പഠിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവാം, ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജസ് പഠിക്കാൻ വളരെയായിട്ടുള്ള ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവാം. പക്ഷേ ഇതിന് എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരം ഡിഗ്രികൾ പഠിച്ച് ഇറങ്ങുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും ഈ പഠിച്ച മേഖലകളിൽ തന്നെയാണോ ജോലി ചെയ്യുന്നത്? ഒരു വളരെ വലിയൊരു വിഭാഗം അല്ലാത്ത മേഖലകളിലാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതിനുള്ള സ്കോപ്പ് കുറവാണ് ഇൻ ദ സെൻസ് ഇപ്പോഴും പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള സിലബസ് തന്നെ അതേ ഫോർമാറ്റിൽ ഫോളോ ചെയ്യുകയാണെന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും പ്രൊഫഷണൽ കോളേജുകളിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രികൾക്കും അതിനേക്കാളും സ്കോപ്പ് അപ്പുറത്ത് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈവൻ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ എഞ്ചിനീയറിംഗിൻ്റെ അകത്തും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. എല്ലാ ബ്രാഞ്ചിനും ഒരുപോലെ സ്കോപ്പ് ഉള്ളതല്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ടെക്നോളജി മാറി, ഒരുപാട് എഡ്യൂക്കേഷണൽ സിസ്റ്റം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള കോഴ്സ് ഏത് എന്ന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, കുറച്ച് വൈസ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ നാഷണൽ ഡെയിലീസ് വരെ എല്ലാ ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ മോർ ദാൻ നമ്മുടെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹിസ്റ്ററി പഠിക്കണം താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അയാൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹിസ്റ്ററി മാത്രം പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. ഒരു പ്രൊഫഷണൽ കോളേജിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ എലക്റ്റീവ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി പല യൂണിവേഴ്സിറ്റികളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ സ്കോപ്പ് എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കാതെ ഇപ്പോഴും പണ്ടത്തെ പുരാതന സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാതെ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ വൺസ് നമ്മളൊരു ഡിഗ്രി കോഴ്സിന് പോകാൻ ചൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആലോചിക്കുന്ന ഒരു ഏരിയയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഇൻട്രസ്റ്റും എല്ലാ കാര്യങ്ങളുടെയും ഒരു ബ്ലെൻഡ് ആയിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഒരു ഏരിയ മാത്രം ആലോചിച്ചുകൊണ്ടായിരിക്കരുത് പോകേണ്ടത്. ഇനിയുള്ള കാലത്ത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ വീണ്ടും മാറും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ഈവൻ നമ്മളൊരു തിയറി കോഴ്സിന് അപ്പുറത്തേക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കില്ലുള്ള ആളുകളെയാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ നമ്മുടെ റിലേറ്റീവ്സിൽ തന്നെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാടുകളിൽ നിന്ന് ആളുകൾ മറ്റ് രാജ്യങ്ങളിലോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരു എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ജോലിയുള്ള സ്ഥലങ്ങളിൽ എംപ്ലോയീസിൽ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി സർവൈവ് ചെയ്യാൻ പറ്റുക. കാരണം ഒരുപാട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ നോളജ് ഉള്ള ആളുകൾക്ക് കേരളത്തിൻ്റെ സിറ്റുവേഷനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ട്രെൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും സ്കോപ്പുകളും മാറുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എന്താണ് ഇനി പോകേണ്ടതെന്ന് അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ പാരൻസും സ്റ്റുഡൻസും കൃത്യമായിക്കൊണ്ടുള്ള അനാലിസിസ് നടത്തൽ നിർബന്ധമാണ്. എഡ്യൂക്കേഷണൽ ന്യൂസുകളും എഡ്യൂക്കേഷണൽ സർവേകളും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതിലാണ് നമുക്ക് ഇപ്പോഴത്തെ റിയൽ കണ്ടീഷൻ അറിയാൻ പറ്റുക. സോ ഏതൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേയും നല്ല രീതിയിൽ ചിന്തിക്കുക.